ഹായ്, എ ഹാപ്പി സ്മൈലി മോർണിംഗ് ടു ആൾ മൈ ഡിയേഴ്സ്. ന്യൂ ഇയർ ആണ്. പുതിയ ഒരുപാട് റെസൊല്യൂഷൻസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അതൊക്കെ സാധ്യമായി, അതെങ്കിലും സാധ്യമാകുമോ അല്ലേ, ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സും കാണും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് റെസൊല്യൂഷൻസ് ഒന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ വർഷവും നമുക്ക് ഒരുപോലെയാണ്. അതിൽ ഏറ്റവും മികച്ചതാക്കി കൊണ്ടുപോകാൻ നമുക്ക് തന്നെ സാധിക്കണം, നമ്മൾ തന്നെ വിചാരിക്കണം. മദർ തെരേസയുടെ ഒരു വാക്കുകൾ ഞാനിപ്പോൾ ഇവിടെ ഓർക്കുകയാണ്. സ്വന്തം ഉമ്മറപ്പടികൾ നിർമ്മലമാക്കിയാൽ നമ്മുടെ ഏത് ലോകത്തും അല്ലെങ്കിൽ എവിടെയും ലോകം മുഴുവൻ പരിശുദ്ധി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്നുള്ളത്. എന്തൊക്കെ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ അതിലെടുക്കേണ്ട ഡ്യൂട്ടീസ് എന്താണെന്ന് നമ്മൾ അറിയണം. കുറേ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു വെച്ചിട്ട് അത് ചെയ്യാതെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെ പഴിക്കുകയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുകയോ അല്ല വേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മികച്ച രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ എന്തൊക്കെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനകത്തൊരു കൺസിസ്റ്റൻസി കൊണ്ടുവരണം. സ്ഥിരമായിട്ട് നമ്മളത് ചെയ്യണം. അത് നമ്മൾ ഏറ്റവും താഴ്ന്നു നിന്ന്, ഈ ഭൂമിയിൽ ഏറ്റവും താഴ്ന്നു നിന്ന് നമ്മൾ കഠിനമായ പരിശ്രമം, സ്ഥിരമായ പരിശ്രമം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വിജയിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഡിസിപ്ലിൻ ആയിരിക്കണം. വളരെ അച്ചടക്കത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായും നമ്മൾ ചെയ്തിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെസൊല്യൂഷൻസൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്യണമെന്നല്ല വിചാരിക്കേണ്ട. ഞാൻ പറയുന്നത്, നമ്മൾ ഒന്നെങ്കിൽ ഒരു ടോപ്പ് 10 എടുക്കാം, അല്ലെങ്കിൽ ടോപ്പ് 5 എടുക്കാം. നമ്മൾ ഈ വർഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അതിൽ ഏറ്റവും മികച്ചതായിട്ട് ഒന്നിൽ നമ്മളങ്ങ് ഫോക്കസ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ജീവിക്കാൻ, എല്ലാവർക്കും സന്തോഷം എങ്ങനെ കിട്ടും, സമാധാനം എങ്ങനെ കിട്ടും, നമുക്ക് എല്ലാത്തിനും ആവശ്യം എന്താണ്, നമ്മുടെ മണിയല്ലേ, പണം വേണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ പണം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ അത് നമ്മളിലേക്ക് എത്തുകയുള്ളൂ. നമ്മുടെ എഫേർട്ട്, നമ്മുടെ ടൈം, അതാണ് നമ്മുടെ മണി. നമ്മൾ എത്രമാത്രം നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുവോ അതിലൂടെ നമ്മളിലേക്ക് എല്ലാ കാര്യങ്ങളും വരിക തന്നെ ചെയ്യും. അപ്പോൾ ഒരുപാട് റെസൊല്യൂഷൻസ് എഴുതാണ്ട് നമ്മളെപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് എഴുതി വെക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ ഇമേജസ് നമ്മുടെ മൈൻഡിൽ വരികയും നമ്മൾ അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും ഇന്നൊരു ദിവസം ചെയ്തു, അത് നാളെ ചെയ്യുന്നില്ല, അത് ഉറപ്പായ തെറ്റാണത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇന്ന് ചെയ്തു തുടങ്ങുന്ന സമയം എപ്പോഴാണോ നമ്മൾ വിചാരിച്ചത്, ഇപ്പോൾ ഏറ്റവും നല്ല കാര്യം ചെയ്യേണ്ടത് ഏതാണ്, ഈ നിമിഷത്തിലാണ്. ഇപ്പോൾ ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിച്ച് ഇപ്പം മുതലങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ടും ഒരു സമയത്ത് തന്നെ നമ്മളത് ചെയ്തു പോകുമ്പോൾ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി നമ്മളിലേക്ക് തനിയേ വരും. ഇത് 1-2 ദിവസം കൊണ്ടൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കതിന് ഏറ്റവും കുറഞ്ഞത് ഒരു 21 ഡേയ്സ് എങ്കിലും നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കണം. ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് നമ്മളത് ചെയ്യുമ്പോൾ ഒരു 21 ഡേയ്സ് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് വരുമ്പോൾ ബാക്കി തനിയെ നമ്മൾ അതിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പം ഇത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. നമ്മുടെ ലൈഫിനെ ഏറ്റവും നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് മാറ്റാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് ഏറ്റവും മികച്ചതായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് മാറ്റേണ്ട ചില സ്വഭാവങ്ങളൊക്കെ നമുക്ക് തോന്നാറില്ലേ, അതൊക്കെ മാറ്റണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇതിൽ നിന്ന് ഫിനാൻഷ്യലി എനിക്ക് എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് കൂടി നമ്മൾ ഓർക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെ നല്ല ജോബുകൾ ചെയ്ത് ഒരുപാട് ഇൻകം ഉണ്ടാക്കുന്ന ഒരുപാട് വ്യക്തികളെ നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ കാണുന്നുണ്ട്. യൂട്യൂബ്സിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഗാർഡനിങ്, പ്ലാന്റിങ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇൻകം സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് കഴിയും എന്ന് നമ്മൾ ഈ ഒരു റെസൊല്യൂഷനിൽ ഉൾപ്പെടുത്തുക. ഫിനാൻഷ്യലി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എസ്പെഷ്യലി ലേഡീസ് ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാനൊക്കെ സാധിക്കും എന്ന് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ നമ്മളിലേക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ റോൾസിലൊന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മളൊരു സ്ഥിര പരിശ്രമം, അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ
അതിലേക്ക് നമ്മൾ വരും. 1-2 ദിവസം ചെയ്ത് കളഞ്ഞു പോവാതെ ഇപ്പോൾ കുറേ റെസൊല്യൂഷൻസ് എടുക്കുക. ഇപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മൾ കുറേ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഇപ്പം എല്ലാവരും ചലഞ്ചസ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നോൺ വെജ് ഒഴിവാക്കും, ഫുഡ് കൺട്രോൾ ചെയ്യും, നല്ല എക്സസൈസുകൾ ചെയ്യും, യോഗ ചെയ്യും, അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ ഒരാളെങ്കിലും സഹായിക്കും. അങ്ങനെ കുറേ റെസൊല്യൂഷൻസ് നമ്മൾക്കുണ്ടാകും. അതിൽ ഏറ്റവും മികച്ച നന്മയാർന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ തന്നെ വരും. ഏറ്റവും എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, എൻ്റെ വീഡിയോസുകളെല്ലാം ഞാൻ പറയുന്ന ഡയലോഗാണ്, നമ്മുടെ ഹൃദയ വിശാലത, നമ്മുടെ ഹൃദയത്തെ നമ്മൾ വലുതാക്കുക. അതിലൂടെ നമ്മുടെ ലൈഫിനെ ഏറ്റവും മികച്ചതാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ തന്നെ വിചാരിച്ച് നമ്മുടെ ലൈഫിനെ ഏറ്റവും മികച്ചതാക്കുക. ഈ 2 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുത്തൻ വർഷം പുതിയ പ്രതീക്ഷകളോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സഹായിക്കും. താങ്ക് യു ആൾ. ലവ് യു ആൾ. I am your Divya Sajit from Div's Happiness.